ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരി എടുത്തിട്ടുണ്ട്, നെയ്ച്ചോറിനുള്ള അരി. ഇപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ ഞാനിതിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് അരി ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ശരിക്കും ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള സവാളയാണ്, ചെറുതായി കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സവാള ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഒരുപാട് വഴന്നു പോകുന്നു വേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പകുതി വേവാകുന്ന വരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇപ്പോൾ ഇതൊരു പകുതി വേവായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. വേണ്ടില്ലേ, ഇതുപോലെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ അത് ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് നല്ലൊരു അരിയൊക്കെ നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ സവാള നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്നു, അതും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.